CPM പീരുമേട് ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. നവംബർ 30-ന് വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം MM മണി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 1-ന് വണ്ടിപ്പെരിയാറിൽ റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും. പീരുമേട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദീപശിഖ ജാഥയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദീപശിഖ ജാഥയാണ്. നവംബർ മാസം 30 ഡിസംബർ 1 തീയതികളായിട്ടാണ് വണ്ടിപ്പെരിയാറിൽ പീരുമേട് ഏരിയ സമ്മേളനം നടക്കുന്നത്. CPM പീരുമേട് ഏരിയ കമ്മിറ്റിക്കുള്ള 14 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. സമ്മേളനത്തിന്റെ ആദ്യമായി ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിളംബര ജാഥകൾ സംഘടിപ്പിച്ചു. അമരാവതി AKG ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് CPM ഏരിയ കമ്മിറ്റി അംഗം R തങ്കദുരൈ ജാഥ ക്യാപ്റ്റനായി. CPM പീരുമേട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G വിജയാനന്ദ് ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. 1-ാം തീയതി ഉച്ചയോടുകൂടി പീരുമേട് ഏരിയയിൽ തുടർന്ന് പാർട്ടിയെ നയിക്കേണ്ട സെക്രട്ടറിയെയും കമ്മിറ്റിയും തെരഞ്ഞെടുത്തുകൊണ്ട് പ്രതിനിധി സമ്മേളനം അവസാനിക്കും. തുടർന്ന് 1000 റെഡ് വോളണ്ടിയർമാരുടെ പരേഡും 12,000 ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും വണ്ടിപ്പെരിയാറിൽ കക്കി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും. പരേഡും പ്രകടനവും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കും. ആ പൊതുസമ്മേളനത്തോടുകൂടി പീരുമേട് ഏരിയ സമ്മേളനം അവസാനിക്കും. നവംബർ മാസം 30-ന് വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം MM മണി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 1-ാം തീയതി റെഡ് വാളണ്ടിയർ പരേഡ്, പൊതുസമ്മേളനം എന്നിവ നടക്കും. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK യേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുമ്പളി അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ അധ്യക്ഷ യോഗത്തിൽ നേതാക്കളായ TC തോമസ് നരിമറ്റം, മറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ദീപശിഖ പ്രയാണത്തിന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണവും നൽകി. ഇടുക്കി വിഷൻ, കുമളി.